ഈ മന്ത്രങ്ങൾ കണക്ട് ചെയ്യാം. നമശിവായ മന്ത്രം ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നർ പീസ്, നമ്മുടെ ഉള്ളിലുള്ള ശാന്തതയെ നിലനിർത്താനും ശിവനായിട്ട് കണക്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ് ഓം നമശിവായ മന്ത്രം. അതേപോലെ മഹാമൃത്യുഞ്ജയ മന്ത്രം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ട് ആയുസ്, പിന്നെ ഉൾഭയം, പേടി ഒഴിവാക്കാനും സ്പിരിച്വൽ ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ള ആധ്യാത്മികമായ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് മഹാമൃത്യുഞ്ജയ മന്ത്രം. ശിവധ്യാന മന്ത്രം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കരചരണകൃതം വാക്കാനയനജം, ആ ഒരു പ്രെയർ നമുക്ക് ഫോർഗീവ്നെസ്, അതോടൊപ്പം സംരക്ഷണം കൂടി നൽകുന്നു. നമ്മുടേതായ തെറ്റുകൾ, കുറ്റങ്ങൾ സ്വയം തിരുത്തി നമുക്കൊരു ദൈവിക പരിരക്ഷയും സംരക്ഷണവും കവചവും കൂടി നൽകുന്ന മന്ത്രമാണ്. പൂർണ്ണമായും നമ്മൾ പുറത്തേക്ക് ശ്രദ്ധിക്കുന്നതിന് പകരം ഉള്ളിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് തന്നെ പോകാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത് നമുക്ക് ഒരുക്കി തരുന്നത്. സൈലൻസ്, മൗനമായിട്ട്. വിഷയിലൊക്കെ ശക്തമായ ഫുൾ ടൈം ശിവരാത്രി ധ്യാനങ്ങൾ. ഇന്ന് തന്നെ അവിടേക്ക് ഭയങ്കര തിരക്കാണ്. ആ റൂട്ടിലേക്ക് ഇന്ന് ഭയങ്കര തിരക്കാണ്. വിഷയിലൊക്കെ ഒരുപാട് ആളുകൾ ഇന്ന് തന്നെ ബുക്ക് ചെയ്ത് താമസിച്ച് നാളെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഗംഭീരമാക്കാം. നാളെ 9 മണി മുതൽ എല്ലാവരും റെഡിയാവുക. ഓക്കെ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കാം. നോർമൽ വസ്ത്രമാണ്, കുളിച്ച് ശുദ്ധിയായി ഇരിക്കുക. വ്രതാനുഷ്ഠിക്കുന്നവർക്ക് വ്രതാനുഷ്ഠിക്കാം. ഓക്കെ, അപ്പൊ നാളെ ഈ ധ്യാനത്തിന് എല്ലാവരും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഇന്നത്തെ ധ്യാനത്തിലേക്ക് തയ്യാറെടുക്കാം. വെള്ളമൊക്കെ കുടിക്കാം, നട്ടിലൊക്കെ നിവർന്നിരിക്കാം, റിലാക്സ്ഡ് ആവാം. പൂർണ്ണമായ ഇന്നും ശിവചൈതന്യമായി കണക്ട് ആയ ധ്യാനം തന്നെയാണ്. ഇന്നും റെഡിയാവുക. നമ്മൾ പഞ്ചഭൂതങ്ങളെ ആ ചൈതന്യത്തിലേക്ക് കണക്ട് ചെയ്യുകയാണ് ഇന്ന് ചെയ്യുന്നത്. സോ റിലാക്സ് ആയിട്ട് റെഡിയാവുക. ടച്ച് യുവർ ഹാർട്ട്. ഹൃദയത്തിൽ ടച്ച് ചെയ്യുക. ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ. സാവധാനം ശ്വാസം എടുക്കുക, സാവധാനം ശ്വാസം വിടുക. നിങ്ങൾ ഇരിക്കുന്ന ഈ അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവരാം. കണ്ണടച്ച് ശാന്തമായിട്ട്. വീഡിയോ മാക്സിമം ഓൺ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കത് കൂടുതൽ ബെനിഫിറ്റ് നൽകും. അതുകൊണ്ടാണ്. മനസ്സും ശരീരവും ശാന്തമാകട്ടെ. നട്ടെല്ലിട്ട് ശ്രദ്ധിക്കുക. മനസ്സുകൊണ്ട് കുണ്ടലിനി മഹാശക്തി ഉണർത്ത്. മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുക. കുണ്ടലിനി മഹാശക്തി ഉണർന്ന് പ്രവർത്തിക്കട്ടെ. കുണ്ടലിനി മഹാശക്തി ഉണർന്ന് പ്രവർത്തിക്കട്ടെ. കുണ്ടലിനി മഹാശക്തി ഉണർന്ന് പ്രവർത്തിക്കട്ടെ. നട്ടലിന്റെ മധ്യഭാഗത്തൂടെ ആ ദൈവീക ചൈതന്യം ഉണർന്ന് ആജ്ഞാചക്രയിലേക്ക് എത്തട്ടെ. നിങ്ങളുടെ പിരിക മധ്യത്തിലേക്ക് ശ്രദ്ധിക്കുക. ഭ്രൂമധ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുക. ശ്വാസം എടുക്കുക. നട്ടലിന്റെ മധ്യത്തിലൂടെ ഊർജം ആജ്ഞയിലേക്ക് ചെല്ലുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യുക. ശ്വാസം വിടുമ്പോൾ വീണ്ടും ആ ഊർജം നട്ടലിന്റെ അറ്റത്തേക്ക് തന്നെ താഴുന്നതായിട്ട്. ശ്വാസം എടുക്കുന്നതോടൊപ്പം മേലേക്ക് ഉയരുന്നു. ശ്വാസം വിടുന്നതോടൊപ്പം ആ ഊർജം താഴേക്ക് വരുന്നു. നിങ്ങൾ സിസ്റ്റം ക്ലിയർ ആക്കുക. ഇടാ പിങ്കള നാഡി, മധ്യഭാഗം സൂക്ഷ്മ നാഡി പ്യൂരിഫൈ ചെയ്യുക. നാഡിശുദ്ധിയാണ്. റിലാക്സ് ചെയ്തിട്ട് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുക. ശാന്തമായി സ്വസ്ഥമായി ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഈശ്വരീയ ചൈതന്യത്തെ ഉണർത്തി കാലുകൾ പതിച്ചു വെക്കുക. നിങ്ങളുടെ വെയിറ്റ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. കൂടുതൽ ധ്യാനത്തിലേക്ക് പോകും തോറും നിങ്ങളുടെ വെയിറ്റ് കുറയുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യും. ആജ്ഞയിൽ ഫോക്കസ് ചെയ്ത് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യും.
ധ്യാനം, ദിവസേന നിങ്ങൾ ചെയ്യുന്ന ധ്യാനം നിങ്ങളെ കൂടുതൽ കൂടുതൽ ശുദ്ധീകരിക്കുന്നു. ശരീരത്തെ, ആത്മാവിനെ, മനസ്സിനെ. ശാരീരിക ശുദ്ധീകരണത്തോടൊപ്പം മനസ്സിന്റെ ശുദ്ധീകരണം ആത്മീയ തലത്തിലേക്ക് നിങ്ങളെ കൂടുതൽ ഉയർന്ന അവസ്ഥയിലേക്ക് നയിക്കുന്നു. കൂടുതൽ ദൈവീക ബോധത്തോടൊപ്പം ദൈവീക നില അനുഭവിച്ചറിയാനും നിങ്ങളെ പ്രാപ്തരാക്കുന്നു. നമ്മളിന്ന് ശിവസാക്ഷാത്കാരത്തിന് പഞ്ചഭൂതങ്ങളെ അർപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളായിട്ട് കൂടുതൽ കണക്റ്റഡ് ആവുകയാണ്. എന്താണ് പഞ്ചഭൂതം? ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം. നമ്മൾ ആദ്യം ഭൂമിയായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങൾ നട്ടലിന്റെ അറ്റം ശ്രദ്ധിക്കുക. ഭൂമി അഥവാ എർത്ത്, രണ്ട് കാൽപാദങ്ങളും ആ ഭൂമിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. നട്ടലിനറ്റം മൂലാധാരം സിംബോളിക്കലി ഭൂമിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ആ മണ്ണ് ഭൂമി കണക്ട് ചെയ്യുക. മണ്ണും ധാതുക്കളും രാസപദാർത്ഥങ്ങളും കൊണ്ട് നിറഞ്ഞ 25,000 മൈൽ ചുറ്റളവുള്ള ഒരു വലിയ ഉരുണ്ട ഗോളമാണ് ഭൂമി. സൂര്യന് ചുറ്റുമായി ഭ്രമണപഥത്തിലൂടെ ഒരു ദിവസം 16 ലക്ഷം മൈൽ യാത്ര ചെയ്യുമ്പോഴും 1000 മൈൽ വേഗത്തിൽ സ്വയം ചുറ്റിത്തിരിയുന്നു. നിങ്ങളുടെ മനസ്സ് ഭൂമിയോളം വികസിപ്പിക്കുക. എന്താണ് ഭൂമി എന്ന് എനർജി രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഭൂമിയുടെ ഊർജ രൂപത്തിൽ ഭൂമിയായിട്ട് കണക്ട് ചെയ്യുക, കാലുകളിലൂടെയും കാൽപാദത്തിലൂടെയും. മനസ്സുകൊണ്ട് ഭൂമിയുടെ രഹസ്യം അറിയണമെന്ന് ആഗ്രഹിക്കുക. പൂർണ്ണമായി ഭൂമിയിൽ നിന്നും രാത്രിയും പകലും എല്ലാ സ്ഥലത്തും നമുക്ക് പരിപൂർണ സംരക്ഷണം ലഭിക്കട്ടെ. ഭൂമി ഒരു കവചം പോലെ നമ്മളെ സംരക്ഷിക്കട്ടെ. ഭൂമിയെ പറ്റിയുള്ള എല്ലാ അറിവുകളും നമുക്ക് ലഭിക്കട്ടെ. ഭൂമിയെ തന്നെ ശ്രദ്ധിച്ച് ധ്യാനിക്കുക. ഭൂമിയുടെ ഉള്ളറകളിലേക്ക്, അല്ലെങ്കിൽ ഭൂമിയെ പറ്റി പൂർണ്ണമായ അവബോധത്തോടെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുമാറാകട്ടെ. പൂർണ്ണമായും ഭൂമിയെ ശ്രദ്ധിക്കുക. ഭൂമിയായിട്ടുള്ള എല്ലാ കണക്ഷനും സ്ട്രോങ് ആവട്ടെ. സ്ട്രോങ്, സ്ട്രോങ്, സ്ട്രോങ്.
നട്ടലിന്റെ മേൽവശത്തുള്ള സ്വാധിഷ്ഠാനത്തിലേക്ക്, പൊക്കിളുടെ താഴെ സ്വാധിഷ്ഠാനത്തെ ശ്രദ്ധിക്കുക. സ്വാധിഷ്ഠാനം ജലതത്വത്തെ കണക്ട് ചെയ്യുന്നു. നിങ്ങൾ ജലത്തെ ശ്രദ്ധിച്ച് ധ്യാനിക്കുക. ഭൂമിയെ പൊതിഞ്ഞ് 72% ജലമാണ്. നദികളും കടലുകളും മഴ മേഘങ്ങളും ജീവജാലങ്ങളിലെ ജീവരസവും എല്ലാം മനസ്സിൽ കാണും. ജീവജാലങ്ങളുടെ നിലനിൽപ്പിനുള്ള ജലം, അതിനുള്ള പ്രാധാന്യം സങ്കല്പം കൊടുക്കുക. കുളം, കിണറ്, ആറ്, നദി, സമുദ്രം എല്ലാം നിങ്ങളുടെ മനസ്സിനെ വ്യാപിപ്പിക്കുക. നമ്മുടെ ചുറ്റുമുള്ള എനർജി ഫീൽഡ്, ജലവുമായിട്ടുള്ള കണക്ഷൻ സങ്കല്പിക്കുക. പൂർണ്ണമായും ഈ പ്രപഞ്ച പരിണാമ പ്രക്രിയയില് ജലത്തിന്റെ രഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാവണം. അത് പൂർണ്ണമായും നമ്മുടെ ഉള്ളിലേക്ക്, ബ്രെയിൻ ഫ്രീക്വൻസിയിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് അറിയുമാറാകട്ടെ. പരിപൂർണമായും ജലത്തിൽ ശ്രദ്ധിക്കുക. ജലത്തിൽ കണക്റ്റഡ് ആവുക. ജലത്തിൽ തന്നെ രാത്രിയും പകലും എല്ലാ സ്ഥലത്തും എല്ലാ പ്രവൃത്തിയിലും നാം പൂർണ്ണമായും സംരക്ഷിക്കപ്പെടട്ടെ. ജലം ഉപയോഗിച്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ കലകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. പൂർണ്ണമായും ജലത്തെ നമസ്കരിച്ച് മനസ്സുകൊണ്ട് ജലത്തെ തന്നെ ധ്യാനിക്കുക. നിങ്ങൾ പൂർണ്ണമായും ജലത്തിന്റെ ഉള്ളിൽ തന്നെയാണെന്ന് സങ്കല്പിക്കുക. ജലമായി കണക്റ്റഡ് ആവുക. ആ ഊർജത്തെ, ജല ഊർജത്തെ കൂടുതൽ അനുഭവിച്ചറിയാൻ കഴിയാണ്. ഭൂമിയെയും ജലത്തെയും നമ്മൾ കണക്ട് ചെയ്തു. പൊക്കിളിന് മേലെ മണിപൂരക ചക്രം, മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം. മണിപൂരകം അഗ്നിതത്വമാണ്, അഗ്നി ഫയർ. നമ്മുടെ മൂന്നാമത്തെ തലമായ അഗ്നിയെ ശ്രദ്ധിക്കുക. അഗ്നിയിൽ തന്നെ ധ്യാനിക്കുക. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനേന്ദ്രിയം, അഗ്നി പൂർണ്ണമായും അതിവേഗത്തിലുള്ള ഈ ഭൂമിയുടെ ഭ്രമണം മൂലം ഘനമുള്ള അഥവാ ഗുരുത്വമുള്ള വസ്തുക്കൾ ഭൂകേന്ദ്രത്തിലേക്ക് അടുക്കുന്നു. ഒരു പരിധിയിലപ്പുറം പരസ്പരം അടുക്കുമ്പോൾ അണുസംഘാതം സംഭവിച്ച വസ്തു കത്തി അഗ്നിയായി മാറുന്നു. ഭൂമിയുടെ കേന്ദ്രത്തിൽ രൂപപ്പെട്ട അഗ്നികൾ
ഭൂമിയുടെ ഉപരിതലം വരെ പടർന്ന് ജീവജാലങ്ങളുടെ ജീവസന്ധാരണത്തിനുള്ള താപമായിട്ട് മാറുന്നു. അപ്പൊ നമ്മുടെ മനസ്സിനെ അഗ്നിയോളം വ്യാപിപ്പിക്കുക, അഗ്നിയുടെ മഹത്വം അല്ലെങ്കിൽ അതിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് അഗ്നിയെ നമ്മുടെ ഊർജ്ജമണ്ഡലമായിട്ട് കണക്ട് ചെയ്യുക. അഗ്നിയുടെ നന്മകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പൂർണ്ണമായും അഗ്നിയുടെ രഹസ്യങ്ങൾ നമുക്ക് അറിയുവാൻ കഴിയട്ടെ. രാത്രിയും പകലും എല്ലാ നേരങ്ങളിലും എല്ലാ പ്രവൃത്തികളിലും പൂർണ്ണമായ അഗ്നി നമ്മളെ സംരക്ഷിക്കട്ടെ. അഗ്നിയെ യൂസ് ചെയ്ത് ഉപയോഗിക്കാനുള്ള എല്ലാ ടെക്നിക്കുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ. പൂർണ്ണമായും മണിപ്പൂര ചക്രം തന്നെ ശ്രദ്ധിച്ച് അഗ്നിയുടെ കണക്ഷൻ ബാലൻസ് ചെയ്യാം. സോളാർ പ്ലക്സസിൽ നിന്നും അനാഹതത്തിലേക്ക്, അതായത് വായുതത്വത്തിലേക്ക് നമ്മൾ പോവുകയാണ്. വായുവായിട്ടുള്ള കണക്ഷൻ, വായുമണ്ഡലമായിട്ടുള്ള കണക്ഷൻ ശ്രദ്ധിക്കുക. വായുമണ്ഡലം ശ്രദ്ധിച്ചുകൊണ്ട് ധ്യാനിക്കുക. പത്ത് കിലോമീറ്റർ കട്ടിയായും 10 കിലോമീറ്റർ ലോലമായും ഭൂമിയെ പൊതിഞ്ഞിരിക്കുന്ന 2 അടുക്കുകളായി വായുമണ്ഡലത്തെ സങ്കല്പം കൊടുക്കുക. നമ്മുടെ ജീവന്റെ നിലനിൽപ്പിനുള്ള വായുവിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക. വായുവിനെ പോലെ നമ്മുടെ മനസ്സിനെ വികസിപ്പിക്കുക. വായു എന്താണെന്ന് മനസ്സുകൊണ്ട് തിരിച്ചറിയുക. നമ്മുടെ ചൈതന്യം അല്ലെങ്കിൽ എനർജി പൂർണ്ണമായും വായുവായിട്ടുള്ള ഒരു കണക്ഷനിലാണ്. വായുവിന്റെ നന്മകൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുക. വായുവിന്റെ പരിണാമ രഹസ്യം നമുക്ക് അറിയുവാൻ കഴിയട്ടെ. വായുവിനാലും വായുവിൽ നിന്നും പകലും രാത്രിയും എല്ലാ സ്ഥലത്തും എല്ലാ പ്രവൃത്തിയിലും പൂർണ്ണമായും വായു നമ്മളെ സംരക്ഷിക്കട്ടെ. വായുവിനെ മനുഷ്യന് ഉപയോഗിക്കാൻ ഉപയോഗപ്രദമായ രീതിയിൽ കലകളും ശാസ്ത്രങ്ങളും വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ. പൂർണ്ണമായും ഹൃദയത്തിൽ ശ്രദ്ധിച്ചുകൊണ്ട് വായുവിനെ മെഡിറ്റേറ്റ് ചെയ്യുക. വായുവിൽ നിന്ന്
നമ്മളിത് ആകാശ തത്വത്തിലേക്ക്, പ്രപഞ്ച പരിണാമ പ്രക്രിയയില് ഒന്നാമത്തെ തത്വമായ ആകാശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ, നിങ്ങളുടെ മനസ്സ് ധ്യാനത്തിലേക്ക് പോകട്ടെ. പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാ വസ്തുക്കൾക്കും അടിസ്ഥാന അതിസൂക്ഷ്മ ഊർജകണങ്ങളാണ് ആകാശകണങ്ങൾ, ആകാശിക് പാർട്ടിക്കിൾസ്. ജീവജാലങ്ങളിൽ ഊർജകണങ്ങളെ ചിത്താകാശമെന്നും നിർജീവ വസ്തുക്കളിൽ ഇവ ഭൂതാകാശവും പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മഹാ ആകാശവുമാണ്. ആകാശകണം ഒഴികെ മറ്റു 4 ഭൂതങ്ങൾക്കും അടിസ്ഥാനം ആകാശ കണം തന്നെയാണ്. പൂർണ്ണമായ ആകാശത്തെ ആദരിക്കുക. ആകാശത്തോളം നിങ്ങളുടെ മനസ്സ് വികസിക്കട്ടെ, ആകാശവുമായി കണക്റ്റഡ് ആവട്ടെ. മനസ്സുകൊണ്ട് പ്രപഞ്ച പരിണാമ പ്രക്രിയയില് ആകാശഗണങ്ങളുടെ രഹസ്യം നമുക്ക് അറിയുവാൻ കഴിയട്ടെ. ആകാശഗണങ്ങളിൽ നിന്നും പകലും രാത്രിയും എല്ലാ സ്ഥലത്തും എല്ലാ പ്രവൃത്തിയിലും പരിപൂർണ സംരക്ഷണം നമുക്ക് ലഭിക്കട്ടെ. ആകാശഗണങ്ങളെ ധ്യാനിക്കുക. ആകാശത്തെ തന്നെ ശ്രദ്ധിച്ച് തലയുടെ മുകളില് ആകാശഗണങ്ങൾ, ആകാശത്തെ ശ്രദ്ധിച്ച് ധ്യാനിക്കുക. ശക്തികളമാകുന്ന ആകാശമണ്ഡലത്തില് കോടാനുകൂടി നക്ഷത്രങ്ങൾ നിലകൊള്ളുന്നു. ഓരോ നക്ഷത്രവും ഓരോ സൂര്യനാണ്. അതിലൊരു നക്ഷത്രമായ സൂര്യന് ചുറ്റും നമ്മുടെ ഭൂമി ചുറ്റിത്തിരിയുന്നു. ഭൂമി ഉൾപ്പെടെ സൂര്യന് ചുറ്റും 9 ഗ്രഹങ്ങൾ ചുറ്റിത്തിരിയുന്നു. നവഗ്രഹങ്ങൾ ഓരോ വ്യക്തിയുടെയും മാനസിക, ശാരീരിക, ആത്മീയ തലത്തിൽ സ്വാധീനം ചെലുത്തുന്നു. നമ്മൾ ജനിച്ചു വീഴുന്ന നിമിഷമുള്ള നക്ഷത്രം, ആ നക്ഷത്രം നമ്മളെ കണക്ട് ചെയ്യുന്നു. നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും പൂർണ്ണ സംരക്ഷണത്തിനും നവഗ്രഹങ്ങളിൽ നിന്ന് വരുന്ന തരംഗങ്ങൾ നമ്മൾ കണക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ നിങ്ങളുടെ ഗ്രഹങ്ങള്, എല്ലാ ഗ്രഹങ്ങളുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവുക. പൂർണ്ണമായും സൗരയൂഥത്തിൽ നിങ്ങളുടെ മനസ്സ് കണക്റ്റഡ് ആവട്ടെ. കോടിക്കണക്കിന് നക്ഷത്ര ജാലകങ്ങള്, അതില് 28 കൂട്ടം നക്ഷത്രങ്ങള് 12 രാശികളായി തിരിച്ചിട്ടുണ്ട്. മനസ്സുകൊണ്ട് ഭാവന ചെയ്യാം. എല്ലാ നക്ഷത്രങ്ങളിൽ നിന്നും വരുന്ന തരംഗങ്ങളുമായി കണക്റ്റഡ് ആവുക. എല്ലാ ഗ്രഹങ്ങളിൽ നിന്നും, നക്ഷത്രങ്ങളിൽ നിന്നും, നക്ഷത്ര ജാലകങ്ങളിൽ നിന്നും വരുന്ന തരംഗങ്ങൾ നമുക്ക് ഗുണപ്രദമാവട്ടെ, നമുക്ക് അനുകൂലമുള്ളതാവട്ടെ. പൂർണ്ണമായും പ്രപഞ്ചമണ്ഡലത്തെ ധ്യാനിക്കുക. പ്രപഞ്ചത്തിൽ നിന്നുള്ള ഊർജം പൂർണ്ണമായും നമുക്ക് അനുകൂലമായി വരട്ടെ.
കോടാനുകോടി നക്ഷത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ, നമ്മളെ ശക്തികളവും കടന്ന് മനസ്സ് ശിവകളത്തിലേക്ക് നീങ്ങട്ടെ. ധ്യാനിച്ചിരിക്കുന്ന ആ ശിവചൈതന്യത്തെ മനസ്സുകൊണ്ട് നമസ്കരിക്കുക. പ്രപഞ്ചത്തിലുള്ള എല്ലാത്തിനും ഇടയിലും സ്ഥിതി ചെയ്യുന്ന, അതായത് ആറ്റങ്ങൾക്കുള്ളിലും ആറ്റങ്ങളുടെ ഇടയിലും ആ ശിവചൈതന്യം സ്ഥിതി ചെയ്യുന്നു. ആ ചൈതന്യം നമ്മിൽ ബോധമായിരിക്കുന്നു. നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, എയർ സർക്കുലേഷൻ, ഹീറ്റ് സർക്കുലേഷൻ പൂർണ്ണമായി അത് ജൈവിക ജീവശക്തി കണമായി മാറിയിരിക്കുന്നു. എല്ലാ ജീവജാലങ്ങളിലും മനുഷ്യനിലും പ്രകടമാകുന്നതെല്ലാം ശുദ്ധശൂന്യം തന്നെയാണ്. ഒരു ജീവിക്ക് നമ്മൾ വേദനയും ദുഃഖവും ഉണ്ടാക്കാതിരിക്കുക. മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും ഒഴിക്കാനുള്ള ദയാനുകമ്പം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവട്ടെ. ഈ അവബോധത്തോടെ ജീവിച്ച നമുക്കും മറ്റുള്ളവർക്കും എന്ന് നന്മ ചെയ്യാം. ആ ശിവചൈതന്യത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് മെഡിറ്റേറ്റ് ചെയ്യാം. ശ്വാസം എടുക്കുക ദീർഘമായിട്ട്. നട്ടലിന്റെ അറ്റത്തു നിന്ന്, മൂലാധാരത്തിൽ നിന്ന് തലയുടെ മുകളിലേക്ക് ആ ഊർജത്തെ കൊണ്ടുപോവുക. ആ ശിവചൈതന്യത്തിന്റെ അനുഗ്രഹത്തെ ഉള്ളിലേക്ക് ആവാഹിച്ച് സഹസ്രാരത്തിലൂടെ അത് മൂലാധാരത്തിലേക്ക് കൊണ്ടുവരാം. ഇൻഹേൽ എടുക്കുക. ശിവചൈതന്യത്തിലേക്ക് നിങ്ങൾ ഉയർന്ന തലത്തിലേക്ക് പോവാം. ആ ചൈതന്യത്തെ നമസ്കരിച്ച് അനുഗ്രഹം മേടിച്ച് തിരിച്ച് ഏറ്റവും താഴെ ഭൂമി ഊർജത്തിലേക്ക് തിരിച്ചു വരാം. വീണ്ടും ഉയർന്നു പോവാം, തിരിച്ചു വരാം. രണ്ടിന്റെയും വ്യത്യാസം നിങ്ങൾക്കറിയാൻ കഴിയും. ഭാരമുള്ള അവസ്ഥയിൽ നിന്നും ഭാരമില്ലാത്ത അവസ്ഥയിലേക്ക് ദൈവീക അവബോധത്തോടെ അല്ലെങ്കിൽ ദൈവീക ചൈതന്യത്തോടെ നിങ്ങൾ തിരിച്ചു വരികയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ചിന്തകളിലേക്ക്. കണ്ണടച്ച് റിലാക്സ് ആയിട്ട് നോർമൽ അവസ്ഥയിൽ തന്നെ ഇരിക്കുക. കണ്ണു തുറക്കാതെ ആ ശിവബോധത്തോടെ നിങ്ങൾ ഇരിക്കുക.
പൂർണ്ണമായും ആ ചൈതന്യത്തിനോട് നമസ്കാരം പറഞ്ഞ് ഓം നമ ശിവായ, നമ ശിവായ, നമ ശിവായ പറഞ്ഞ് തിരിച്ച് നിങ്ങളുടെ ശരീരബോധത്തിലേക്ക് തിരിച്ചു വരാം. വളരെ സാവധാനം തിരിച്ചു വരാം. കൈകളൊക്കെ കൂട്ടിത്തരുമ്പോ rub your hand. Massage your face. മുഖം കൈകളൊക്കെ ഓക്കെ. സ്ലോലി ഓപ്പൺ യുവർ ഐസ്. നമസ്കാരം ഉണ്ടാവട്ടെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.